ഹരിദ്വാർ, ഹരിയുടെ നഗരത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഹരിദ്വാറിലേക്ക് ദില്ലിയിൽ നിന്ന് നമ്മൾ പോയ യാത്രയെക്കുറിച്ചാണ് ഈ വിവരണം. ദില്ലിയിൽ നിന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരിദ്വാറിൽ നമുക്കെത്താം. ഭക്തിസാന്ദ്രമായ ഈ നഗരം ഗംഗയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയിലുള്ള ആരതിയാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പരിപാടി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗാ ആരതിയുടെ ചടങ്ങുകളാണ്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ തുടങ്ങുന്നതാണ്. സന്യാസി വര്യന്മാർ നിരന്നു നിൽക്കുകയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകളുടെ തുടക്കം. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു ചടങ്ങ് കാണാനായി ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരുന്നത്. നടക്കാൻ പോകുന്ന ചടങ്ങുകളുടെ വിവരണവും അതുകൂടാതെ തന്നെ പൂജാമന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ടാണ് ഈ ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിനുശേഷമാണ് 6:30 ഗംഗാ ആരതി തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഗംഗാ ആരതി. ഏകദേശം 6:30 തുടങ്ങി ഏകദേശം ഒരു 7:30 വരെ ഈ ചടങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആരതി പോലെ തന്നെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് പൂജ ചെയ്യാനും ഇവിടെ അവസരമുണ്ട്. ചെറിയ ഇല കൊണ്ടുണ്ടാക്കിയ തളികകളിൽ നിങ്ങൾക്ക് പൂക്കളും ചെറിയ വിളക്കുമായിട്ട് ഗംഗയിൽ ഒഴുക്കിവിടുന്നൊരു ചടങ്ങാണ് ഇത്. ഗംഗയുടെ തീരത്ത് ഉടനീളം ഇതുപോലെയുള്ള ചടങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് മൻസാദേവി എന്ന അമ്പലത്തിലേക്കുള്ള റോപ്പ് വേ സിസ്റ്റമാണ്. മൻസാദേവിയും ചണ്ഡീദേവി അമ്പലത്തിലേക്കുമാണ് റോപ്പ് വേയിലൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്. ഏകദേശം 534 രൂപയാണ് 2 അമ്പലങ്ങളിലേക്കുമുള്ള റോപ്പ് വേയുടെ ടിക്കറ്റ് നിരക്ക്. മാ മൻസാദേവി, ചണ്ഡീദേവി, ബിൽകേശ്വർ, ദക്ഷേശ്വർ, മായാദേവി തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന അമ്പലങ്ങൾ. അതുകൂടാതെ വിഷ്ണുഘാട്ട്, ഹരിഘാട്ട്, ഹർക്കിപൂരി, അമരാപൂർ ഘാട്ട് തുടങ്ങി ഗംഗാതീരത്ത് സ്നാനത്തിലുള്ള ഘാട്ടുകളും ഇവിടെ ഏറെ പ്രശസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആചാര്യ ബേല ഇന്ത്യ ടെമ്പിൾ എന്ന ഒരു അമ്പലത്തിലെ ദൃശ്യങ്ങളാണ്. ഇത് ശരിയായ ഒരു അമ്പലമല്ലെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള അമ്പലം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഈ അമ്പലങ്ങളിൽ ഒരു വിഗ്രഹാരാധനയോ പൂജയോ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ വിഷ്ണുവിൻ്റെയോ ശിവന്റെയോ മറ്റ് സ്വാമികളുടെയോ ഏതെങ്കിലും ജീവിതത്തിലെ ഭാഗങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. 2 നിലയോ 3 നിലയോ ഉള്ള ഈ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ മിക്കവാറും സ്റ്റെപ്പുകൾ മാത്രമായിരിക്കില്ല, ചെറിയ ഇടുങ്ങിയ വഴികളും ഗുഹകളും അതിലൂടെയൊക്കെ നൂണ്ട് കയറിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പലപ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുക. എന്നാൽ ഈ വഴിയിലൊക്കെ ഭഗവാന്റെ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പവൻധാം എന്ന അമ്പലത്തിലെ ദൃശ്യങ്ങളാണ്. ധാം എന്നാൽ ഹോളി പ്ലേസ് എന്നോ റെസിഡൻസ് എന്നോ ഒക്കെ പറയാം. എന്തായാലും ഈ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലാസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്ലാസ് പീസുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭഗവാന്റെ പ്രതിമകളോ അല്ലെങ്കിൽ സ്വാമിമാരുടെയോ മറ്റ് ഭഗവാന്മാരുടെയോ പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഈ ഗ്ലാസ് പീസുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ ചുവരുകൾ കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് പീസുകളോട് കൂടിയ ബിൽഡിങ്ങുകൾ കൂടാതെ തന്നെ കൃഷ്ണൻ്റെയോ രാമൻ്റെയോ അല്ലെങ്കിൽ മഹർഷിമാരുടെയോ ജീവിതത്തിലെ ചില രംഗങ്ങൾ ഇവിടെ പാവകളുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹരിദ്വാറിലുടനീളം ഇതുപോലുള്ള അമ്പലങ്ങളോ ശീഷ് മഹലുകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരമ്പലമൊന്നും അല്ലെങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പലരെയും കാണാനും സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ വൈഷ്ണോ ദേവിയും ഭാരത് മാതാ മന്ദിരമാണ് മറ്റൊരു പ്രധാന ആകർഷണീയത. വൈഷ്ണോ ദേവി കശ്മീരിലെ വൈഷ്ണോ ദേവി അമ്പലത്തിൻ്റെ ചെറിയൊരു പതിപ്പാണ്. ഉച്ചയ്ക്ക് 12:30 എത്തി വൈകിട്ട് 8:30 കൂടിയാണ് എൻ്റെ യാത്ര അവസാനിച്ചത്. എന്നാൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ 1-2 ദിവസം ചിലപ്പോൾ കൂടുതൽ എടുത്തേക്കാം. ഇവിടെ രാജാജി നാഷണൽ പാർക്കിലെ സഫാരി വളരെ പ്രശസ്തമാണ്. അതിന് ചിലപ്പോൾ ഒരു ദിവസം തന്നെ വേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 1-2 ദിവസം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്താൽ ഇവിടെ എല്ലാം കവർ ചെയ്യാം. ഇവിടുന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് ഋഷികേശിലെത്താം. ഒട്ടുമിക്ക എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഋഷികേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ബഞ്ചി ജമ്പിംഗ്, എയർ ഫ്ലൈയിങ് തുടങ്ങി പല പല ആക്ടിവിറ്റീസ് ഋഷികേശിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ത്രിവേണി ഘാട്ട്, ലക്ഷ്മൺ ജൂല, രാം ജൂല ഇതൊക്കെ ഋഷികേശിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളൊരു അഡ്വഞ്ചർ ലവിംഗ് പേഴ്സൺ ആണെങ്കിൽ ഋഷികേശ് കൂടി കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2-3 ദിവസത്തിൽ ഹരിദ്വാറും ഋഷികേശും നിങ്ങൾക്ക് കവർ ചെയ്ത് തിരിച്ചു പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യാത്രയുടെ വിവരണം
നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.